ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിനെ ടൂർ പോയേക്കാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ. അപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ അപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാമെന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഒരു